ആശാജീവനക്കാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് തിരുവനന്തപുരത്ത് മഹാറാലിയോടെ സമാപനം. ആശാ സമരസമിതി നേതാവ് എം.എ. ബിന്ദു നയിച്ച യാത്ര മെയ് 5-നാണ് കാസർഗോഡ് നിന്ന് ആരംഭിച്ചത്. പ്രശ്നപരിഹാരം കാണാതെ ആശമാരെയും കുടുംബത്തെയും പട്ടിണിക്കിട്ട് കൊല്ലാൻ ഭരണകൂടം ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സമാപന സമ്മേളനത്തിൽ പറഞ്ഞു. തലസ്ഥാന നഗരവീതിയിലൂടെ ആയിരങ്ങൾ അണിനിരത്തിയ മഹാറാലിയോടെയാണ് രാപ്പകൽ സമരയാത്രയ്ക്ക് സമാപനം കുറിച്ചത്. മെയ് 5-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയാണ് ഇന്ന് തിരുവനന്തപുരത്ത് അവസാനിച്ചത്. 14 ജില്ലകളിലായി ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ചാണ് യാത്ര 45 ദിവസം പൂർത്തിയാക്കി സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരപ്പന്തലിൽ സമാപിച്ചത്. സമരയാത്രയുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിർവഹിച്ചു. ആശമാരെയും കുടുംബത്തെയും പട്ടിണിക്കിട്ട് കൊല്ലാൻ ഭരണകൂടം ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. സർക്കാരിന് സമരത്തോട് പുച്ഛമാണ്. ഹീനമായ വാക്കുകൾ കൊണ്ട് എല്ലാ ദിവസവും ആശാപ്രവർത്തകരെ അപമാനിക്കാനാണ് സർക്കാരും CPM-ഉം ശ്രമിക്കുന്നതെന്ന് വി.ഡി. സതീശൻ വിമർശിച്ചു. സമരത്തിൽ പങ്കെടുക്കുന്നവരെ അവരുടെ ആവശ്യങ്ങളെ അവഗണിക്കുക എന്നത് മാത്രമല്ല, നിങ്ങൾക്ക് ഞങ്ങൾ ഒന്നും തരില്ല എന്ന് പറയുന്നത് മാത്രമല്ല, എല്ലാ ദിവസവും കിട്ടുന്ന സമയങ്ങളിലെല്ലാം അവരെ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുകയാണ്. രാപ്പകൽ സമരയാത്രയ്ക്ക് മികച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് യാത്രാ നേതാവ് എം.എ. ബിന്ദു പറഞ്ഞു. സമരപ്പന്തലിലെത്താൻ കഴിയാത്ത ആയിരക്കണക്കിന് ആശമാർ വിവിധ ജില്ലകളിലെ രാപ്പകൽ യാത്രയിലെത്തി അണിനിരുന്നുവെന്നും എം.എ. ബിന്ദു പറഞ്ഞു. എല്ലാവരും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യർ ഒന്നടങ്കം കേരളത്തില് ഈ ആശാവർക്കർമാർ ഇന്ന് എന്തെല്ലാം ഭീഷണികളെ അതിജീവിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള ശേഷി കഴിഞ്ഞ 129 ദിവസമായി ആശാവർക്കർമാർ ആർജിച്ചിരിക്കുന്നു. ഞങ്ങളെ സഹായിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഇന്നും അവർ രാവിലെ മുതൽ ഇവിടെ വന്നു നിൽക്കുകയാണ്. ഓരോ ഘട്ടത്തിലും ഈ സമരം ജനങ്ങളിൽ എത്തിക്കുവാൻ, ഈ സമരം ന്യായമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ അവർ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ മാധ്യമങ്ങൾക്കെതിരെ എല്ലാം സൈബർ ആക്രമണമുണ്ട്. ആശാപ്രവർത്തകർക്ക് പിന്തുണ അർപ്പിച്ച് BJP നേതാവ് വി രാജേഷും പങ്കെടുത്തു. പിണറായി വിജയൻ കേരളത്തിലെ സ്ത്രീകളെ പുലിക്കുട്ടികളാക്കി മാറ്റിയെന്നും ആശാസമരം പുതുചരിത്രം രചിച്ചുവെന്നും വി രാജേഷ് പറഞ്ഞു. പിടിച്ചാൽ കിട്ടാത്ത തരത്തിൽ പുലിയായി മാറുമെന്നുള്ളൊരു പഴഞ്ചൊല്ലിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് പിണറായി വിജയൻ കേരളത്തിലെ സ്ത്രീകളെ പുലിക്കുട്ടികളാക്കി മാറ്റിയിരിക്കുന്നത് എന്നാണ് എനിക്ക് സമരം കാണുമ്പോഴേക്കും ഓർമ്മ വരുന്നത്. ഒരു സംശയവുമില്ല. പിന്നെ അദ്ദേഹത്തിന് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക എന്നുള്ള പരിപാടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി വരുന്നതുകൊണ്ട് തനിക്ക് ശേഷം ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രി ജന്മത്തിൽ കേരളത്തിൽ ഉണ്ടാകരുതെന്ന് അദ്ദേഹം പ്രതിജ്ഞ എടുത്തതുപോലെയാണ് അദ്ദേഹം പെരുമാറുന്നത്. ഈ പാർട്ടിയും ഉണ്ടാകരുതെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനമെന്നാണ് തോന്നുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരവേദിയെ ജനസാഗരമാക്കിയാണ് യാത്ര അവസാനിച്ചത്. 4ാം ഘട്ടത്തിന്റെ ഭാഗമായ രാപ്പകൽ സമരയാത്ര അവസാനിച്ചെങ്കിലും സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടരുമെന്ന് സമരസമിതി അറിയിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി 10-ാം തീയതിയാണ് രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ ആരംഭിച്ചത്. സമരം ഇന്ന് 129 ദിവസം പിന്നിടുമ്പോഴും സർക്കാർ കണ്ടില്ലെന്ന സമീപനമാണ് സമരക്കാരോട് സ്വീകരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.